നമുക്കിന്ന് സ്വിമ്മിംഗ് പൂള് കാണാൻ പോകാം. കാരണം അവിടേക്കുള്ള വഴി അതിമനോഹരമാണ്. പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് ഈ കാവും ക്ഷേത്രവും കാണാം. അടുത്ത സൈഡിൽ വേറൊരു കുളമുണ്ട്. ഇതായി വെള്ളം ഒഴുകുന്ന സ്ഥലത്തൂടെയൊക്കെ നടന്നു വേണം പോകാൻ. റൈറ്റ് സൈഡിൽ വാഴത്തോപ്പാണ്. ഇത്ര ഒരു ചെറിയ ഇടവഴി എവിടേക്കുള്ളൂ, റോഡൊന്നുമില്ല. പണ്ടും ഇതുപോലെ തന്നെയായിരുന്നു. പണ്ടും ഈ വഴി കൂടെയൊക്കെയാണ് എല്ലാവരും നടന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ആൾക്കാർ കൂടുതൽ വരുന്നതാണ് ഇത്ര കാട് പിടിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ സ്വന്തം സ്വിമ്മിംഗ് പൂൾ. ചേലവടക്കടത്ത് കുളം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇന്ന് ഈ അപ്പാർട്ട്മെൻറ്റും സ്വിമ്മിംഗ് പൂളൊക്കെ വരുന്നതിന് മുമ്പ് ഞങ്ങൾ കുട്ടിക്കാലത്ത് വന്ന് വെക്കേഷനൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഇവിടെ തന്നെ ആയിരുന്നു ഉണ്ടായിരിക്കുക. ഇപ്പോൾ അധികം യൂസ് ചെയ്യാത്ത കാരണം ഇത് കുറച്ച് അഴുക്ക് പിടിച്ച് കാട് പിടിച്ച് കിടപ്പുണ്ട്. പിന്നെ ഈ ആരോ ഇൻസ്റ്റഗ്രാമിൽ റീലിട്ടിട്ട് ഈ കുളം ഭയങ്കര ഫേമസ് ആയി. അതോടെ ദൂരെ നിന്നൊക്കെ ആൾക്കാർ വന്ന് ഇവിടെ തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത പോലെ ആയിപ്പോയി. മീൻസ് എന്തൊക്കെയോ പ്രശ്നം വന്നിട്ട് പഞ്ചായത്ത് തന്നെ ഇവിടെ ഉപയോഗിക്കുന്നത് നിർത്തി വെച്ചു. പക്ഷേ ഇപ്പോൾ വീണ്ടും കുറച്ച് ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 15 വർഷം മുമ്പ് വരെ ഈ ഗ്രാമത്തിൽ ഏകദേശം ഒരു നല്ല ശതമാനം ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ള കുളമാണ്. ശരിക്കും ഇതിൻ്റെ പ്രത്യേകത ഒരു സ്വിമ്മിംഗ് പൂൾ പോലെയാണിത്. അടിയിൽ നിങ്ങൾക്ക് കാണാം വെള്ളാരങ്കലാണ് ഇതിൻ്റെ അടിയിൽ. ഇപ്പോൾ കുറച്ച് പായൽ കിടപ്പുണ്ട്. അത് മാറ്റി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നല്ല പൂള് പോലെ ഇരിക്കും. ഞാനൊക്കെ നീന്തൽ പഠിച്ചതല്ല, ഇവിടുത്തെ വെള്ളം കുടിച്ചിട്ടാണെന്ന് പറയാം.